തകർച്ചയിലായ അയ്യപ്പൻകോവിൽ തൂക്കുപാലം കാടുകയറി കൂടുതൽ നാശത്തിലേക്ക് നീങ്ങുന്നു. പാലത്തിന് ഇരുവശവും കാട് വളർന്ന് പന്തലിച്ചു. കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിനാണ് ഈ ദുർഗതി. ജില്ലാ ഭരണകൂടത്തിന്റെ അധീനതയിലുള്ള തൂക്കുപാലമാണ് നാശത്തിൽ എത്തി നിൽക്കുന്നത്. പ്രകൃതി രമണീയത തുളുമ്പുന്ന അയ്യപ്പൻകോവിലിന്റെ തിലകക്കുറിയാണ് തൂക്കുപാലം. എന്നാൽ അധികൃതരുടെ അവഗണന കാരണം തൂക്കുപാലം ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. ഇതിനു പിന്നാലെയാണ് പാലം കാട് കയറി നശിക്കുന്നത്. പാലത്തിന്റെ കവാടത്തിലാകെ കാട്ടുചെടികൾ വളർന്ന് പാലത്തെ മൂടിയിരിക്കുകയാണ്. പാലത്തിന്റെ കമ്പിയിൽ കാണാത്ത രീതിയിൽ മൂടിക്കഴിഞ്ഞു. ദിവസേന അയ്യപ്പൻകോവിലിന്റെ ഭംഗി ആസ്വദിക്കാനും പാലത്തിൽ കയറി ഉല്ലസിക്കാനും നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം എന്നും എപ്പോഴും അവഗണനയിലാണ്. പാലത്തിന്റെ വശങ്ങളിലെ കാടുകൾ പോലും വെട്ടിനീക്കാൻ നടപടിയില്ല. കാടുകൾ വളർന്ന് ഇഴജന്തുക്കളും ഇവിടെ താവളം ഉറപ്പിച്ചു കഴിഞ്ഞു. കാട്ടിൽ നിന്ന് ഇഴജന്തുക്കൾ വിശ്രമിക്കാൻ പാലത്തിൽ എത്തി തുടങ്ങി. ഇത് സഞ്ചാരികളുടെ ജീവനും ഭീഷണിയാണ്. അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അയ്യപ്പൻകോവിൽ തൂക്കുപാലം നിരവധിയായ ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പാലത്തിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും കാടുകൾ വളർന്ന് നിൽക്കുകയാണ്. അടിയന്തരമായിട്ട് കാടുകൾ വെട്ടിമാറ്റുകയും അതുപോലെ അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന്. പാലത്തിന്റെ അയ്യപ്പൻകോവിൽ ഭാഗത്താണ് വലിയ രീതിയിൽ കാട്ടുചെടികൾ വളർന്നു നിൽക്കുന്നത്. എല്ലാ വർഷവും ചില സന്നദ്ധ സംഘടനകൾ കാടുകൾ വെട്ടിനീക്കിയിരുന്നു. എന്നാൽ ഈ വർഷം അതും ഉണ്ടായില്ല. അതിനാൽ കാട് പാലം മൂടുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. തൊഴിലുറപ്പിൽപ്പെടുത്തിപ്പോലും കാടുകൾ വെട്ടിനീക്കാൻ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. പാലത്തിന്റെ ചുറ്റും വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിനീക്കണമെന്നാണ് നാട്ടുകാരുടെയും സഞ്ചാരികളുടെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.